ഇവിടെ ഉണ്ട്. എവിടെ? ദാ നോക്ക്. എന്റെ ആവണിമോളെ കള്ളിയാക്കാൻ നോക്കിട്ട് ഇപ്പൊ എന്തായി? കമലേ മതി, എന്തായാലും മാല കിട്ടിയല്ലോ. അതെങ്ങനെയാ മാല ഇപ്പൊ കിട്ടിയത്? നേരത്തെ അർച്ചന അതിനകത്ത് മുഴുവൻ നോക്കിയെന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഇല്ലാതിരുന്നത് ഇപ്പൊ എങ്ങനെ വന്നു? അതെനിക്കറിയില്ല. ഇപ്പൊ നോക്കുമ്പോ മാല അതിനിടയിൽ കിടക്കുന്നു. അർച്ചനേട്ടത്തി നോക്കിയപ്പോ അത് കണ്ടു കാണില്ല. താഴെ വീണാലും രണ്ട് മാലയും കൂടി ഒരുമിച്ച് വീഴോ? എന്തായാലും മാല കിട്ടിയല്ലോ മോളെ, അതിന് തന്നെ. എങ്കിലും എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ട് മറ്റുള്ളവരുടെ മേലെ പഴിച്ചായിരുന്നത് ചിലർക്കൊരു സുഖ. നീ എന്തിനാ എന്നെ നോക്കുന്നെ? ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. ഇനി ഇതിനെക്കുറിച്ചൊരു ചർച്ച ഇവിടെ വേണ്ട. എന്തായാലും നഷ്ടപ്പെട്ട മാലകൾ തിരിച്ചു കിട്ടിയല്ലോ. പാവം ആവണിമോള് ഒരുപാട് സങ്കടപ്പെട്ടു. മോളിങ് വാ. വാ മോളെ, മുത്തശ്ശനല്ലേ വിളിക്കുന്നേ? മോൾ ഒരുപാട് സങ്കടപ്പെട്ടതല്ലേ? മോൾ അത് എടുക്കില്ല എന്ന് മുത്തശ്ശന് ഉറപ്പായിരുന്നു. സങ്കടപ്പെടണ്ട കേട്ടോ. മുത്തശ്ശൻ മോൾക്കൊരു സമ്മാനം തരാം. ഇത് മോൾക്കിരിക്കട്ടെ. മുത്തശ്ശന്റെ ഒരു സമ്മാനം. മാഷേ, അതിന്റെ ഒന്നും ആവശ്യമില്ല മോളെ. ഈ ചടങ്ങിന് വിളിച്ചിട്ടാണല്ലോ നമ്മൾ പോകുന്നത്, അല്ലാതെ വലിഞ്ഞു കറിച്ചില്ലുകയല്ലോ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന സമ്മാനങ്ങൾ അവർ ഉറപ്പായിട്ടും വാങ്ങിക്കും. നിന്റെ കാര്യത്തിൽ അവർക്കൊരു പ്രശ്നമില്ല. നീ അവരുടെ കൂടെപ്പിറപ്പാ. അതിനെന്താ? ആ കൂടപ്പിറപ്പിന്റെ കഴുത്തില് താലി കെട്ടിയ ആളാ ധനുഷ്. അത് തന്നെയാണല്ലോ ഈ ശത്രുതയ്ക്കൊക്കെ കാരണവും. ധനുഷിന് എന്താ പേടിയുണ്ടോ? പേടിയൊന്നുമില്ല. പക്ഷെ അവിടെ വെച്ച് നിന്റെ ഏട്ടന്മാരെന്തെങ്കിലും പറഞ്ഞാ അത് നമുക്ക് നാണക്കേടാ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച അവരെന്റെ തനി സ്വഭാവം കാണും. നിയന്ത്രണം വിട്ട് ഏട്ടന്മാരോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്നോ പ്രവർത്തിച്ചെന്നോ വരും. വേണ്ട, തെറ്റ് ചെയ്തത് നമ്മളാ. അവരെന്തു പറഞ്ഞാലും നമ്മളത് കേൾക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ ആര് പറഞ്ഞു? എവിടെയും എഴുതി വെച്ചിട്ടുണ്ടോ? അപമാനം ഉണ്ടായ അത് ഞാൻ സഹിക്കില്ല.
എന്റെ മോള് മോളെ